നമസ്കാരം, ഞാൻ വിവേക് ബാലകൃഷ്ണൻ. കേരളത്തെ അപമാനിക്കുന്നത് മന്ത്രി ശിവൻകുട്ടിയോ MV ഗോവിന്ദനോ റഹീമോ അതോ അമ്പലത്തിലെ പൂജാരിയോ? ഇതാണ് ഇപ്പോൾ മലയാളികൾ ചോദിക്കേണ്ട ചോദ്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കഴിഞ്ഞ കുംഭമേളയിൽ വൈറലായ ഒരു പെൺകുട്ടി, മാല വിറ്റ് നടന്നിരുന്ന ഒരു പെൺകുട്ടി മൊണാലിസ ഇപ്പോൾ പാൻ ഇന്ത്യൻ സ്റ്റാറായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അവർ ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചു വരുന്നു. നമ്മുടെ ബോച്ചയൊക്കെ അവരെ മലയാളത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, ഒരുപാട് പരസ്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം, വളരെ ദരിദ്ര കുടുംബത്തിൽ പിറന്ന ആ മൊണാലിസ ഇന്നലെ ഒരു ക്ഷേത്രത്തിൽ വെച്ച്, തിരുവനന്തപുരം ഒരു ക്ഷേത്രത്തിൽ വെച്ച് വിവാഹിതയായി. അവളെ കല്യാണം കഴിച്ചത് ഒരു മുസ്ലിം ചെറുക്കനാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ വാർത്തയാവുന്നു. മന്ത്രി ശിവൻകുട്ടി ഇടപെടുന്നു, അതുപോലെ MV ഗോവിന്ദൻ, റഹീം എല്ലാവരും കല്യാണത്തിൽ പങ്കെടുക്കുന്നു. എന്നിട്ട് പറയുന്നു ഇതാണ് റിയൽ കേരള സ്റ്റോറി എന്ന്. അതുകൊണ്ട് ഒരുപാട് പേർക്ക് അഭിമാന പുളകിതരായി. നല്ല കാര്യമാണ്. കാരണം കേരള സ്റ്റോറി എന്ന് പറഞ്ഞിട്ട് ലോകമെമ്പാടും വളരെ ബാഡായിട്ടുള്ള മെസ്സേജുകൾ കൊടുക്കുന്ന ഒരു സിനിമ കഴിഞ്ഞ ദിവസം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മൊണാലിസയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ മൊണാലിസയെ ഒരു കല്യാണത്തിന് പ്രതിനിധീകരിച്ച് സംസാരിക്കുമ്പോൾ അത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലേക്കും എത്തും. കാരണം ആ പെൺകുട്ടി ഇന്ത്യ അറിയപ്പെടുന്ന ഒരു പെൺകുട്ടിയായി മാറിക്കഴിഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള ഒരു കാര്യം പറയുന്നത് ഒരുപാട് ആളുകളിലേക്ക് എത്താൻ ഗുണം ചെയ്യും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ ഇവിടെ സംഭവിച്ചിരിക്കുന്ന മറ്റൊരു കാര്യം, മൊണാലിസയുടെ ഡേറ്റ് ഓഫ് ബർത്ത് നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ 2009 ജനുവരി 21 തീയതിയാണ് മൊണാലിസ ജനിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവർക്കിപ്പോൾ 17 വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ, 18 വയസ്സായിട്ടില്ല എന്നുള്ളതാണ്. എന്നാൽ മൊണാലിസ പറയുന്നത് എനിക്ക് 18 വയസ്സായി എന്നാണ്. എന്നാൽ മൊണാലിസയെ പ്രസവിച്ച മൊണാലിസയുടെ അമ്മ പറയുന്നത് ഇവൾക്ക് 18 വയസ്സായിട്ടില്ല എന്നതാണ്. ഒരു സിനിമയിൽ ഒരു അമ്മ ചോദിക്കുന്നുണ്ട്, ഫേസ്ബുക്ക് ആണോടാ അവനെ പ്രസവിച്ചത് അതോ ഞാനാണോടാ അവനെ പ്രസവിച്ചത് എന്ന്. ആ ഒരു ചോദ്യം കേരളത്തിലെ എല്ലാവരും കേൾക്കത്തക്ക രീതിയിൽ ആ അമ്മ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം അവർ പറഞ്ഞു മൊണാലിസയ്ക്ക് 18 വയസ്സായിട്ടില്ല എന്ന്. ഇവിടെ മാധ്യമങ്ങളൊക്കെ അവരോട് ചോദിച്ചു എങ്ങനെയാണ് കല്യാണത്തിന്റെ കാര്യങ്ങൾ എന്നൊക്കെ ചോദിച്ചപ്പോൾ ആ പയ്യൻ പറഞ്ഞത്, ഞങ്ങൾ വെറുതെ ഇങ്ങനെ കറങ്ങാൻ വന്നപ്പോൾ തിരുവനന്തപുരത്ത് ഒരു ക്ഷേത്രം കണ്ടു, അപ്പോൾ ഞങ്ങൾക്ക് കല്യാണം കഴിക്കണം തോന്നി, അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ വെച്ച് കല്യാണം കഴിച്ചത്. വെറും 6 മാസമായിട്ടുള്ളൂ ഞങ്ങളുടെ പ്രണയം തുടങ്ങിയിട്ട്. അത് ആ 6 മാസം കൊണ്ട് ഞങ്ങൾ 60 വർഷത്തെ ഒരു പരിചയമുള്ളതുപോലെ ഫീൽ ചെയ്യുന്നു എന്നൊക്കെയാണ്. സ്വാഭാവികമായിട്ടും പ്രണയത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഏതൊരാൾക്കും തോന്നുന്ന വളരെ ബാലിശ്യമായ ചിന്തയാണ് എന്നുള്ളത് പ്രണയിച്ച കുറെ ആളുകൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്വാഭാവികതയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ സംസാരിക്കുകയും അതിൽ നിന്നൊക്കെ അവരുടെ ഒരു വളരെ ബോധമില്ലാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാവുകയും ആ ബോധമില്ലായ്മയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കേരളത്തിന്റെ വീണ്ടും ബോധമില്ലാത്ത മന്ത്രിയാണ് എന്ന് തെളിയിച്ചുകൊണ്ട് ശിവൻകുട്ടിയൊക്കെ ഇടപെടുകയും അതിനെ വലിയ രീതിയിൽ പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. മറ്റൊരു തരത്തിൽ നോക്കുകയാണെങ്കിൽ ഇത് സംഘികൾ വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. സംഘികളാണ് ഇപ്പൊ ഈ പറയുന്ന അമ്മയുടെ മറുപടിയും അമ്മയ്ക്ക് എന്താണ് പറയാനുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മേനെ കോണ്ടാക്ട് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പൊ അവരാണ് പറഞ്ഞത് ഈ 18 വയസ്സായിട്ടില്ല. അത് ചോദിക്കേണ്ട മറ്റൊരു കാര്യം, ഇവിടെ ക്ഷേത്രങ്ങളിലെ പൂജ ചെയ്യുന്ന പൂജാരിമാർക്ക് ബോധമില്ലേ എന്നുള്ളതാണ്. അവർക്ക് താലി എടുത്തു കൊടുക്കുമ്പോൾ ഈ കുട്ടിക്ക് 18 വയസ്സായിട്ടുണ്ടോ എന്ന് ചോദിക്കാനുള്ള മനോധൈര്യമില്ലേ? അല്ലെങ്കിൽ ആ ഒരു എവിഡൻസ് കാണിക്കൂ, നിങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് കാണിക്കൂ, 18 വയസ്സായിട്ടുണ്ടോ എന്ന് നോക്കട്ടെ, എന്നിട്ട് മാത്രമേ താലി കെട്ടാൻ കഴിയൂ എന്നുള്ളൊരു നിബന്ധന ഈ സംഘികൾ പുലികളാണെങ്കിൽ എന്തുകൊണ്ട് ഈ ക്ഷേത്രങ്ങളിൽ, ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ അങ്ങനെ ഒരു കാര്യം നടപ്പാക്കിക്കൂടാ? മറ്റൊരു കാര്യം, ഇവിടുത്തെ പോലീസൊക്കെ മണ്ടന്മാരാണോ? അപ്പോൾ ഇത്തരത്തിൽ അവർക്ക് 18 വയസ്സായിട്ടില്ലെങ്കിൽ വീണ്ടും കേരളം വലിയ രീതിയിൽ അപമാനപ്പെടാൻ പോവുകയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതിന് MV ഗോവിന്ദനും ഉത്തരവാദിയാണ്, ശിവൻകുട്ടിയും ഉത്തരവാദിയാണ്, റഹീമും ഉത്തരവാദിയാണ്, കേരള പോലീസും ഉത്തരവാദിയാണ്, ഈ ക്ഷേത്രത്തിലെ പൂജാരിയും ഉത്തരവാദിയാണ്. കാള വെറ്റു എന്ന് കേട്ട് കയറെടുത്ത് ഒരു പെൺകുട്ടിയുടെ പിന്നാലെ പോവുകയും അത് വലിയ രീതിയിൽ അപമാനിക്കപ്പെടുന്ന രീതിയിലാക്കി തീർക്കുകയും ചെയ്ത കേരള സർക്കാരിന് ഒരു പ്രത്യേക അഭിനന്ദനം വേണം ഈ സമയത്ത് പറയാൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം മണ്ടത്തരങ്ങൾ ചെയ്തിട്ട് വീണ്ടും ഞങ്ങൾ അന്തംകമ്മികളാണ് എന്ന് പറയിപ്പിക്കുന്ന ഒരു രീതിയിൽ MV ഗോവിന്ദന്റെ ആ ഒരു സ്ഥാനം നിലനിർത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും മൊണാലിസ നല്ല രീതിയിൽ കല്യാണം കഴിച്ച് ജീവിക്കട്ടെ എന്ന് മാത്രം പറയുന്നു. ഒപ്പം ഇത്തരം
മണ്ടത്തരങ്ങളുടെ വസ്തുതാപരമായ കാര്യങ്ങൾ തെളിയേണ്ടതുണ്ട്. അത് തെളിയട്ടെ. ഏതായാലും ഈ തമ്മിലടിക്കുന്ന, അതായത് ഈ കാര്യം വെച്ചിട്ട് തമ്മിലടിക്കുന്ന ഒരുപാട് പേര് ആണ് ഇപ്പോൾ ഈ കാണാൻ കഴിയുന്നത്. കാരണം നമുക്കറിയാം, ഏതൊരു എന്താ പറയുക, മനുഷ്യന്മാർ തമ്മിലുള്ള വിവാഹം എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് അതുപോലെ തന്നെയാണ് നടന്നിട്ടുള്ളതും ക്ഷേത്രത്തിൽ. നാളെ ഇനി ഈ മുസ്ലിമായ പയ്യൻ മൊണാലിസയെ പോയി മതം മാറ്റുമോ എന്നുള്ള ഒരു രീതിയിലേക്ക് ചിന്തിക്കുന്ന കുറേ വർഗീയവാദികൾ ഉണ്ടാവും. അവ ഏത് മതത്തിലാണെങ്കിലും സന്തോഷമായി ജീവിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.